നൂലുകെട്ട് ദിവസത്തിലെ കുഞ്ഞിപ്പെണ്ണിന് പാട്ട് പാടിക്കൊടുക്കുന്ന കുറച്ച് ചിറ്റമാരുടെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കുഞ്ഞിപ്പെണ്ണിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ കുഞ്ഞിപ്പെണ്ണിന്റെയും ചിറ്റന്മാരുടെയും വിശേഷങ്ങൾ നോക്കാം. അച്ഛനോ മലമോളാണ്, ഉണ്ണിക്കാലി പെണ്ണാണ്. തേനുണ്ണും പാലുണ്ണും ചൊല്ലാതെ മാമുണ്ണും പൊന്നുണ്ണി വാവ്യാണ്. വേതാളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചേലുള്ള ചിങ്കാരി. കിളികെട്ട കൈലാസമേ മലയാടും കീഴ്ക്കാവിൽ തണുരയ്ക്കും കുഞ്ഞവക്ക് സമ്മാനം. നൂലുകെട്ട് ദിവസത്തിൽ കുഞ്ഞിപ്പെണ്ണിനെ പാട്ടുപാടി ഉറക്കുന്ന കുറച്ച് ചിറ്റമാർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ആ വൈറൽ ചിറ്റമാരാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുന്നത്. എല്ലാവരും ഉഷാറല്ലേ? നമുക്കാദ്യം ഈ വൈറൽ ചിറ്റമാരുടെ പേര് ചോദിച്ചു തന്നെ തുടങ്ങാം. മോളുടെ പേരെന്തുവാ? ദിൽമയ, അമേയ, അമേയ, ഇതൾ, ഇതൾ, ദർശ, ദർശ, ദക്ഷ, ദക്ഷ, ദിൽഷ. ഈ നൂലുകെട്ട് ദിവസം ഇങ്ങനെ പാട്ട് പാടാനും വീഡിയോ എടുക്കാനൊക്കെ പ്ലാൻ ഇട്ടതാരാ? മാമന. പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല, ഞങ്ങള് ചുമ്മാ പാടി നോക്കിയതാ. ആണോ? കുഞ്ഞിപ്പെണ്ണിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? ആ പാട്ട് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ ഇടയ്ക്ക് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ട്. ഇത് വൈറലായതൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ആരാ പറഞ്ഞേ? അമ്മ. പാട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? ഇല്ല. ഈ പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്ന ആരാ അപ്പം? അമ്മ. വീഡിയോ ഇട്ട് വൈറലായി. അപ്പം ഇനി എന്താ നിങ്ങളെ പ്ലാൻ? ഇനി ഇതേപോലെ വീണ്ടും പാട്ട് പാടി കൊടുക്കാനാണോ പ്ലാൻ? പുതിയ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഏത് പാട്ടാ? പത്തു ചെറുമണികൾ എനിക്കമ്മയേകിയ വിണ്ണി പൊന്മണികൾ, പത്തരമാറ്റിൻ പൊന്നിൻ കൊന്തമണികൾ, സാമപമപദനിപ സെനി 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 സപപമപമപദനിപ നിസഭാഗമാ പൊട്ടിപ്പോകുമെന്നു നിലജ ജീവിതം. കളിചിരിയുമായി ഈ വൈറൽ കുഞ്ഞിപ്പെണ്ണും പാട്ടുമായി ഈ വൈറൽ ചിറ്റമാരും നമ്മുടെയൊക്കെ മനസ്സ് അങ്ങ് വല്ലാതെ കീഴടക്കുകയാണ്. കോട്ടയത്ത് നിന്ന് അനന്തു സുരേഷിനൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്. ഷിനോജിന്റെ കൂടെ. ഷിനോജെ, ഗുഡ് മോർണിംഗ്. ഈ കുഞ്ഞിപ്പെണ്ണിന് ഉറങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഈ മനോഹരമായ ചിറ്റമാരുടെ മനോഹരമായ പാട്ട് കേട്ടാൽ എങ്ങനെയാണ് അവൾ ഉറങ്ങാതിരിക്കുക? ഇതെങ്ങനെയാണ് ഇവർ തമ്മിൽ ബന്ധം? കുഞ്ഞിപ്പെണ്ണിന്റെ ആരായിട്ട് വരും ഈ ചിറ്റമാരൊക്കെ? എങ്ങനെയാണ്? മോത്തി, മഴ, ചൂട് ചായ, ഈ ഇൻസ്റ്റഗ്രാം റീല്, അന്തസ് എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ തന്നെ ഈ റീൽ എത്ര തവണ കണ്ടുവെന്ന് അറിയില്ല. കാരണം ഓരോ തവണ കാണുമ്പോഴും അത്രത്തോളം ഒരു ഫ്രഷ്നെസ് ഈ റീലിനുണ്ട് എന്നതാണ് സത്യം. അത്രത്തോളം ഒരു പാടിക്കൊടുക്കുന്ന ഈ ചിറ്റമാരുടെ മുഖത്തുള്ള നിഷ്കളങ്കത, അവരുടെ ചിരി, അതെല്ലാം കേട്ട് കിടന്ന് ഉറങ്ങുന്ന ആ കൊച്ചു പെണ്ണ്, ഇതെല്ലാമാണ് ആ റീലിനെ ഇത്രത്തോളം വൈറലാക്കിയതെന്ന് പറയേണ്ടി വരും. കാരണം വളരെ നൂലുകെട്ട് ദിവസത്തിൽ വളരെ ഔചാരിതമായി എടുത്തൊരു പാട്ടിൻ്റെ വീഡിയോ ആണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വെറുതെ പോസ്റ്റ് ചെയ്യുന്നു, അത് കയറി അങ്ങ് വൈറലാകുന്നു, കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നു. അങ്ങനെയാണ് നമ്മളും ഈ കുഞ്ഞിപ്പെണ്ണിനെ തേടി യാത്ര പോയത്. എന്തായാലും നമുക്ക് തന്നെ അറിഞ്ഞിട്ട് ഇത് ഒരു കോട്ടയംകാരാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരു 7 ദിവസമായി. പക്ഷേ ഈ ചിറ്റമാരെല്ലാം കൂടെ ഒന്നിച്ച് വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. അതാണ് ഈ വാർത്ത ഇത്തരത്തിൽ ഈ ചിറ്റമാരെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്പം കാലതാമസം ഉണ്ടായത്. എന്തായാലും ഇവരെല്ലാം കോട്ടയംകാർ തന്നെയാണ്, പക്ഷേ പല സ്ഥലത്തുള്ള ആൾക്കാരാണ്. എന്നാൽ ഇന്നലെ അവർ ഒത്തുകൂടി. അങ്ങനെയാണ് വീണ്ടും നമ്മളവരെയൊക്കെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞത്. എന്തായാലും ഈ അമ്മയുടെ, അതായത് ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ അമ്മയുടെ അനിയത്തിമാരുടെയൊക്കെ ചേച്ചിമാരുടെയൊക്കെ മക്കളാണ് ഈ ബാക്കിയുള്ള ഈ ചിറ്റമാരെന്ന് പറയുന്നത്. അവരാണ് ഈ പാട്ട് പാടി ഇപ്പോൾ ഈ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കുന്നത്.
സത്യത്തിൽ അവർക്കൊക്കെ ഒരു മൂന്നാം ക്ലാസ്, അതുപോലെ തന്നെ 2ാം ക്ലാസ്, 1ാം ക്ലാസ് ഇതിലൊക്കെ പഠിക്കുന്ന പ്രായമാണ് ഈ ചിറ്റമാർക്കൊക്കെ ഉള്ളത്. പക്ഷേ അവരുടെയൊക്കെ ഈ കുഞ്ഞിനെ നോക്കുന്ന ആ രീതിയും പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ അമ്മമാരൊക്കെ നോക്കുന്നത് പോലെ തന്നെയാണ്. അതിനെ ഉറക്കുന്നുണ്ട്, അതിനെ തലോടുന്നുണ്ട്, ബാക്കി അതിനെ ഉറക്കുന്നത് എല്ലാം ഈ കുട്ടികൾ തന്നെയാണ്. അവിടെ കൂടി വരുന്ന സമയത്തൊക്കെ വേറെ ആൾക്കാരൊന്നും ആവശ്യമില്ല, അവർ തന്നെയാണ് ഈ കൊച്ചിനെ ഉറക്കുന്നതും കളിപ്പിക്കുന്നതും എല്ലാം തന്നെ. അത് വളരെ ഹാപ്പിയാണ്. കാരണം അതിനെ കരയുന്നതോ അങ്ങനെ അതിൻ്റെ ഒരു വിഷ്വൽ പോലും നമ്മുടെ ഫ്രെയിമിലില്ല. കാരണം ആ കൊച്ചെപ്പോഴും നല്ല ഉറക്കത്തിലാണ്, അതിനെ ഉറക്കുന്നതും ഈ കുട്ടികൾ തന്നെയാണ്. എന്തായാലും ഈ കൊച്ചു പെണ്ണിൻ്റെ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. എപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ട് ഉറങ്ങാനുള്ളൊരു ഭാഗ്യം ഈ കുഞ്ഞു പെണ്ണിന് കിട്ടിയിരിക്കുകയാണ്.